മാടായി തിരുവർക്കാട്ടുകാവിലേക്കുള്ള പ്രധാന റോഡ് 1.5 കോടി രൂപയോളം ചിലവിൽ നവീകരിക്കും. നിലവിലുള്ള റോഡ് ആധുനികവൽക്കരിച്ച് നവീകരിക്കാനാണ് പദ്ധതിയെന്ന് എം വിജിൻ എംഎൽഎ പറഞ്ഞു. കർണാടകയിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന മാടായിക്കാവിലേക്കുള്ള പ്രധാന റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു. മാടായിപ്പാറ വഴിയെത്തുന്ന റോഡിന്റെ വീതിക്കുറവ് മിക്കപ്പോഴും ഗതാഗതക്കുരുക്കിന് കാരണമായിരുന്നു. ക്ഷേത്ര നവീകരണ സമിതിയുടെയും ഭക്തജനങ്ങളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ഫണ്ട് അനുവദിച്ചത്. റോഡിന്റെ വളവ് നേരെയാക്കി നവീകരിക്കാനാണ് പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രതിഷേധം ഉടലെടുത്തതോടെ റോഡ് നവീകരണ പ്രവൃത്തി ആരംഭിക്കാനാവാതെ ആശയക്കുഴപ്പത്തിലായി. ഇത് പരിഹരിക്കുന്നതിനാണ് എംഎൽഎയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നത്. നിലവിലെ റോഡ് വീതി കൂട്ടി നവീകരിക്കാനും പ്രവേശന കവാടം നിർമ്മിക്കുന്നതിനൊപ്പം സൗന്ദര്യവൽക്കരിക്കാനുമാണ് തീരുമാനം. റോഡ് നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് എം വിജിൻ എംഎൽഎ പറഞ്ഞു. നമ്മുടെ മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തെ ഇവിടുത്തെ ഒരു ജനപ്രതി എന്ന രീതിയിൽ നമ്മൾ പരിഗണിച്ചില്ല എന്ന് വരരുത് എന്നുള്ളത് കൂടിക്കൊണ്ടാണ് നമ്മൾ ആ തുക വെച്ചത്. റോഡ് നവീകരണം പൂർത്തിയാവുന്നതോടെ നിരവധി ഭക്തർക്ക് ഏറെ ഉപകാരപ്രദമാകും. ചിറക്കൽ കോവിലകം ട്രസ്റ്റി രാമവർമ്മ രാജ, ക്ഷേത്ര നവീകരണ സമിതി പ്രസിഡന്റ് ടി.വി. ഹരീന്ദ്രൻ, ജനറൽ സെക്രട്ടറി കെ.വി.എൻ. ബൈജു, എക്സിക്യൂട്ടീവ് ഓഫീസർ കെ. വേണു, സുരേഷ് വർമ്മ, എം. കൃഷ്ണദാസ്, എൻ. നാരായണൻ, പി.വി. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി.